ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. കേരളത്തിൻ്റെ ക്രിക്കറ്റ് പൂരമായിട്ടുള്ള പ്രഥമ KCL T20യുടെ സെമി പോരാട്ടങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഒന്നാം സെമി ഫൈനലിൽ ട്രിവാൻഡ്രത്തെ വീഴ്ത്തി കാലിക്കറ്റ് KCL T20യുടെ ആദ്യ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ മാറിയിരിക്കുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടന്ന പോരാട്ടത്തിൽ 18 റൺസിനായിരുന്നു ഗ്ലോബ്സ്റ്റേഴ്സിൻ്റെ തകർപ്പൻ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ട്രിവാൻഡ്രം റോയൽസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 18 റൺസിന് ട്രിവാൻഡ്രത്തെ വീഴ്ത്തി കാലിക്കറ്റ് അങ്ങനെ KCL T20യുടെ ആദ്യ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ മാറിയിരിക്കുകയാണ്. കാലിക്കറ്റിന് വേണ്ടി ക്യാപ്റ്റൻ രോഹൻ കുന്നുമൽ തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ന് കാര്യവട്ടത്ത് കാഴ്ചവെച്ചത്. 34 പന്തിൽ 3 4-ഉം 6 6-ഉം ഉൾപ്പെടെ അലങ്കരിച്ച ഇന്നിംഗ്സിൽ 64 റൺസാണ് ക്യാപ്റ്റൻ നേടിയത്. ഒപ്പം അഖിൽ സക്കറിയ 43 പന്തിൽ 55 റൺസും സൽമാൻ നിസാർ 23 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തിന് വേണ്ടി ഹരികൃഷ്ണൻ 3 ഓവറിൽ 19 റൺസിന് 1 വിക്കറ്റ് നേടിയപ്പോൾ വിനിൽ കെ 3 ഓവറിൽ 2 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 18 റൺസിനായിരുന്നു അദാനി ട്രിവാൻഡ്രം റോയൽസിനെ തകർത്ത് വിട്ടുകൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ സീസണിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് മാറിയിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിൻ്റെ ബാറ്റിംഗ് സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ റിയ ബഷീർ 69 റൺസ് 40 പന്തിൽ 69 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദ് ദേവ് 68 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിന് വേണ്ടി അഖിൽ സക്കറിയ 4 ഓവറിൽ 11 റൺസ് മാത്രം അടങ്ങിയ 4 വിക്കറ്റുകൾ നേടിയപ്പോൾ നിഖിലം 4 ഓവറിൽ 27 റൺസ് അടങ്ങിയ 2 വിക്കറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഒന്നാം സെമി ഫൈനൽ അങ്ങനെ ജയിച്ചുകൊണ്ട് കാലിക്കറ്റ് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാം സെമി ഫൈനലിൽ ഫിനസ് തൃശൂർ ടൈറ്റൻസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സാണ് മത്സരിക്കുന്നത്. കലാശപ്പോരാട്ടം പ്രഥമ KCL T20യുടെ കലാശപ്പോരാട്ടം നാളെ സെപ്റ്റംബർ 18-നായിരിക്കും നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.